നമസ്കാരം, കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. തൊടുപുഴ മൂന്നാറിൽ ടാക്സി ഡ്രൈവർമാരിൽ നിന്നും വിനോദസഞ്ചാരിക്ക് ദുരനുഭവമുണ്ടായ സംഭവത്തിൽ കുറ്റക്കാരായ ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. 6 കുറ്റക്കാർ ഉണ്ടെന്നും അവരെ പിടികൂടി കഴിഞ്ഞാൽ ഉടൻ ലൈസൻസ് റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓൺലൈൻ ടാക്സി ഒരിടത്തും നിർത്തലാക്കിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. അത് മൂന്നാറിലും ഓടും. തടയാൻ ടാക്സി തൊഴിലാളികൾക്ക് അവകാശമില്ല. മൂന്നാറിൽ നടക്കുന്നത് തനി ഗുണ്ടായിസമാണ്. ഡബിൾ ഡെക്കർ ബസ് വന്നപ്പോഴും ടാക്സി ഡ്രൈവർമാർ ഇതേ നിലപാട് സ്വീകരിച്ചു. ഇതിന്റെ ഫലം അവർ അനുഭവിച്ചു. മൂന്നാറിൽ പരിശോധന ശക്തമാക്കും. പിഴയടയ്ക്കാത്തവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കും. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും തൊഴിലാളികളാണ്. ഒരു തൊഴിലാളി മറ്റൊരു തൊഴിലാളിക്ക് ശല്യമാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ അറസ്റ്റിലായ 3 ടാക്സി ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് RTOയ്ക്ക് കത്ത് നൽകി. ഇവരുടെ വാഹനങ്ങൾ പെർമിറ്റ് റദ്ദ് ചെയ്യുന്നതിനുള്ള കത്ത് ഇന്ന് നൽകുമെന്നും DYSP S. ചന്ദ്രകുമാർ പറഞ്ഞു. മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരിൽ നിന്നും പോലീസുകാരിൽ നിന്നും നേരിട്ട് ദുരനുഭവം മുംബൈ സ്വദേശിയായ അസിസ്റ്റന്റ് പ്രൊഫസർ ജാൻവി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയുണ്ടായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന ഓൺലൈൻ ടാക്സി മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർക്ക് തടയുകയായിരുന്നു. സഹായത്തിനായി പോലീസിനെ വിളിച്ചു വരുത്തിയെങ്കിലും പോലീസും ടാക്സിക്കാരുടെ പക്ഷം ചേർന്നു. ഇതോടെ മറ്റൊരു ടാക്സി യാത്ര ചെയ്യേണ്ടി വന്നു. ട്രിപ്പ് അവസാനിപ്പിച്ചു മടങ്ങിയെന്നും ഇനി കേരളത്തിലേക്ക് ഇല്ലെന്നുമാണ് ജാൻവി വീഡിയോയിൽ പറഞ്ഞത്. സംഭവത്തിൽ 3 ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്യുകയും 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.